യെസ്, എന്തായാലും ഇതാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണമെങ്കിൽ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കില്ല എന്ന് തന്നെയാണ് യുവ നേതാവ് കൂടിയായിട്ടുള്ള VT ബൽറാം പറഞ്ഞു വെക്കുന്നത്. അതിജീവിതയ്ക്ക് ഒപ്പം തന്നെയാണ് കോൺഗ്രസ് എന്നും രാഹുലിനെ ഒരു തരത്തിലും കോൺഗ്രസ് സംരക്ഷിക്കില്ല എന്നും ആവർത്തിക്കുകയാണ് VT ബൽറാം. കോൺഗ്രസിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവുക എന്നതുപോലും ഒരു കുറ്റാരോപിതനെ സംബന്ധിച്ച് യഥാർത്ഥത്തിലുള്ള ഒരു സംരക്ഷണം ഒരുക്കുന്ന ഒരു കാര്യമല്ല. എന്നിട്ട് പോലും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ അത്തരത്തിലുള്ളൊരു സംരക്ഷണത്തിനില്ല. നിയമ നടപടികൾ ഇപ്പോഴാണല്ലോ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലാണല്ലോ ഒരു പരാതി ഉയർന്നു വരികയും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അതിന്റെ വഴിക്ക് തന്നെ പോട്ടെ എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ എക്കാലത്തെ സ്റ്റാൻഡ്. ഇതുപോലത്തെ ഏത് വിഷയത്തിലും ഞങ്ങളുടെ സ്റ്റാൻഡ് അതാണ്. ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഒരിക്കലും അത് ശരിയായിട്ടുള്ള രീതിയല്ല. പരാതിക്കാരായിട്ടുള്ള ആളുകൾ അവർ നിയമത്തിന്റെ മുമ്പിൽ വരുമ്പോൾ അവരെ പിന്തുണയ്ക്കുന്ന തരത്തിൽ അവർക്ക് കൃത്യമായ രീതിയിൽ അവരുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിയമ സംവിധാനത്തിന് മുമ്പിൽ ബോധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പിന്തുണയാണ് അവർക്ക് ലഭിക്കേണ്ടത്. അക്കാര്യത്തിൽ കോൺഗ്രസിന് ഒരു മറിച്ചൊരു അഭിപ്രായമേ ഇല്ല. ഒഫീഷ്യലായിട്ട് ബന്ധപ്പെട്ട ആരുമല്ല. അല്ല, ഞാൻ പറയും സോഷ്യൽ മീഡിയയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ആർക്കും എന്തും പറയാമല്ലോ. പക്ഷേ ഞങ്ങളുമായിട്ട് ഒഫീഷ്യലി ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെയും ഭാഗത്തു നിന്നുള്ള അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ മാധ്യമങ്ങളും നിങ്ങൾക്ക് വാർത്തകൾ തരുന്ന ചില ആളുകൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറി മാത്രമാണ്. യെസ്, ഇതാണ് VT ബൽറാമിന്റെ പ്രതികരണമെങ്കിൽ രാഹുലിനെ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗമെന്ന് ആവർത്തിക്കുകയാണ് CPIM. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. സഹായമില്ലെങ്കിൽ ഇങ്ങനെ ഒളിവിൽ കഴിയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് CPIM പറഞ്ഞു വെക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടതിൽ കേസെടുത്തിട്ടുള്ള സന്ദീപ് വാര്യർ നിയമ നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകും. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ആണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുക. അതിജീവിതയുടെ വിവരങ്ങൾ പുറത്തുവിട്ടതിൽ സന്ദീപ് വാര്യരെ 4ാം പ്രതിയാക്കിയാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. സന്ദീപ് വാര്യരുടെ ചെത്തല്ലൂരിലെ വീട് പൂട്ടിയ നിലയിൽ ആണ് ഉള്ളത്. ഇന്നലെ വരെ സന്ദീപ് ചെത്തല്ലൂരിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. അതിജീവിതയെ അപമാനിച്ച് രാഹുൽ ഈശ്വർ അറസ്റ്റിലായതിന് പിന്നാലെയാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുന്നത്.